പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു പാരൻ്റ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാദ്യം വേണ്ടത് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള കാമായിട്ടുള്ള ഒരു സ്റ്റഡി സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഓരോ കുട്ടീനെ സംബന്ധിച്ച് ചില കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില കുട്ടികൾക്ക് ഒരു കോമൺ ഏരിയയിൽ ആരുടെയും പാരൻസിൻ്റെ പ്രസൻസിലിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർക്ക് ഏതാണോ വർക്ക് ആവുന്നത്, അവർക്ക് ഏതാണോ പ്രിഫറൻസ്, അതിനനുസരിച്ചൊരു സ്റ്റഡി ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഇമോഷണൽ സപ്പോർട്ട്, അതായത് ആ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ആ ഒരു പാരൻറ്റ് നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരിക്കണം, ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ആ സ്റ്റുഡൻറ്റിൻ്റെ ടീച്ചറുമായിട്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവണം. അതുപോലെ അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഏതൊക്കെ പോർഷനാണ് പ്രശ്നം വരുന്നത്, സബ്ജക്റ്റ് പ്രശ്നമാണോ അല്ലെങ്കിൽ സബ്ജക്റ്റിലെ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണോ പ്രശ്നം, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് അറിഞ്ഞു വെക്കണം. അതുപോലെ അവരുടെ ഓരോ ചെറിയ പ്രോഗ്രസ് ആണെങ്കിൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല മാർക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ മാത്രമല്ലാണ്ട്, ഇപ്പോൾ ചെറിയ പ്രോഗ്രസ് ആയിരിക്കും. ഇപ്പോൾ ഇന്നലെ ഒരു ഒരു 20 മിനിറ്റ്സ് പഠിച്ചൊരു കുട്ടി ഇന്നൊരു 30 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രസ് ആണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രസ്സിനെ പോലും നമ്മളൊന്ന് എടുത്ത് പറയുക, നീ അത്രയും ചെയ്തുല്ലോ, ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഷെഡ്യൂള് നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടോ, ഡിസിപ്ലിൻഡ് ആയിട്ട് അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ മുഴുവൻ സമയം ഇരുന്ന് പഠിപ്പിക്കാണ്ട് ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ബ്രേക്ക് കൊടുക്കുക. ആ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒരു വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും വന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പറയുക. അതുപോലെ എപ്പോഴും പോസിറ്റീവ് ടോക്ക്, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ഇവരുടെ അടുത്ത് നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ ഫെയിലായി, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത്രയല്ലേ പറ്റിയുള്ളൂ, ക്ലാസ്സിൽ വേറൊരു കുട്ടിയുടെ അവസ്ഥ നോക്കുക, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ബ്ലെയിമിങ്ങും അതുപോലെ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല, ഒരു നെഗറ്റീവ് രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോൾ അത് ആ കുട്ടീൻ്റെ പഠനത്തിനെ മൊത്തമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ എന്താ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കോൺസെപ്റ്റുമായിട്ട് റിയൽ ലൈഫ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കൂടുതൽ ഇപ്പോൾ ഒരു ടീച്ചറെക്കാളും കൂടുതൽ ആ കുട്ടി എന്തൊക്കെയായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആ കുട്ടിയുടെ സറൗണ്ടിങ്സിലുള്ളതെന്ന് പാരൻറ്റിനായിരിക്കും കൂടുതലായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു കുട്ടിയുടെ റിയൽ ലൈഫിൽ ആ കുട്ടി കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുക പഠിക്കുന്ന സമയത്ത്, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക. അതുപോലെ പഠിക്കുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് കൂടുതൽ എൻഗേജിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക്, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവർക്ക്. അതെന്താ അങ്ങനെ ആയത്, അതെന്താ ഈ കളർ വന്നത്, അതെന്തുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തത്, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊന്നും ചോദിക്കില്ല, നീ ഈ സബ്ജക്റ്റിലേക്ക് വാ, നീ ഇത് മാത്രം ചെയ്യുക, അങ്ങനെയല്ലാണ്ട് ആ ക്യൂരിയോസിറ്റി അതുപോലെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ വിഷ്വലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുക. ഇപ്പോൾ ഫ്ലോ ചാർട്ട് ആവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും മാപ്പ് ആയിരിക്കും. ഇപ്പോൾ അവർക്ക് വേൾഡ് മാപ്പിൻ്റെ ഒക്കെ ഒരു ചിത്രം നമ്മളൊരു പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു വോളിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അവർക്കത് കണ്ട് കണ്ട് അവർക്ക് അത് കൂടുതലായിട്ട് മനസ്സിലേക്ക് പതിയും. അതുപോലെ നമ്മൾ ചില ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഈ NYT എന്നൊക്കെ പറയുന്ന അതിൻ്റെ ചില ഗെയിംസൊക്കെ ഇപ്പോൾ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഗെയിംസ്, ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ഗെയിംസ്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഗെയിംസ് വെച്ചിട്ട് ഇവരെ പഠിപ്പിക്കുക. അതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മാത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിക്കോട്ടെ, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് ഒരു ടീം വർക്ക് പോലെ നമ്മൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. പക്ഷേ അതൊരിക്കലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് അവരത് സോൾവ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗൈഡ് ചെയ്യുക. അവരെവിടെയാണോ സ്റ്റക്ക് ആവുന്നത് അവിടെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം, നമ്മൾ അവർക്ക് വേണ്ടി സോൾവ് ചെയ്ത് കൊടുക്കാണ്ട് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഇരിക്കുക. അവർ പഠിക്കുന്ന സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു പ്രവണത വളർത്തിയെടുക്കുക. അതിന് ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെന്തെങ്കിലും ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരുമിച്ചിരിക്കുക, പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാണ്ട് അവർ ചെയ്യുന്നതിനെ ഗൈഡ് ചെയ്തിട്ട് എവിടെയാണോ തെറ്റുന്നത്, എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് നോക്കിയിട്ട് ഗൈഡ് ചെയ്തിട്ട് കൂടെ ഇരിക്കുക. അതുപോലെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു ചാൻസ് കൊടുക്കുക. ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ നാളെ 2 ഹോംവർക്ക് ഉണ്ട്, അപ്പോൾ ഏത് സബ്ജക്റ്റിൻ്റെ ഹോംവർക്ക് ഫസ്റ്റ് ചെയ്യണം, ഏതാണ് രണ്ടാമത് ചെയ്യേണ്ടത്, എങ്ങനെ നാളത്തെ എക്സാമിന് ഏതൊക്കെ
ഭാഗങ്ങൾ ഫസ്റ്റ് പഠിക്കണം, പിന്നെ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം. അപ്പോൾ ആ കുട്ടി സ്വയം ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് കൊടുക്കുക. അതുപോലെ ആ ഒരു പ്രോഗ്രസ്സിൽ നമ്മൾ കുറച്ചുകൂടി പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക. കാരണം പെട്ടെന്നൊരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കുട്ടി മെല്ലെ മെല്ലെ ആയിരിക്കും എന്താ പറയുക പ്രോഗ്രസ്ഡ് ആയിട്ട് ഇമ്പ്രൂവ് ആയി വരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കാണ്ട്, ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടുണ്ടല്ലോ നീ ഇത് പഠിക്കാൻ, ഇപ്പോഴും നീ ഇത് ഇങ്ങനെയാണോ നിൽക്കണത് എന്നുള്ളതല്ലാണ്ട്, ഈ കഴിഞ്ഞ ആഴ്ച നീ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി സ്പീഡിൽ നീ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോസിറ്റീവ് വേയിലേക്ക് വരിക. എന്നല്ലാണ്ട് നമ്മൾ കൂടുതലായിട്ട് ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാനോ നിൽക്കുമ്പോൾ അത് ഒബ്വിയസ്ലി അത് നെഗറ്റീവ് എഫക്റ്റിലേക്കാണ് വരിക. അതുകൊണ്ട് നമ്മൾ അവരെ പോസിറ്റീവ് ടോക്കും അതേപോലെ അപ്രിസിയേഷനും വഴി അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ നോക്കുക. അതുപോലെ വേറൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഓരോ സ്റ്റുഡൻറ്റും യുണീക്കാണ്, അവർ പഠിച്ചെടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്, അവരുടെ ഒരു എന്താ പറയുക കഴിവ് ഓരോന്നും ഓരോ സ്ഥലത്തായിരിക്കും. ചില ആൾക്കാർക്ക് മാത്സിൽ നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ ഓരോരുത്തരും യുണീക്കാണ്, അതിനനുസരിച്ച് അവർക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരില്ല. അപ്പോൾ നമ്മൾ ഓരോ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വീണ്ടും അവർക്ക് സ്ട്രെസ്സും പ്രഷറൊക്കെ വരികയാണ് ചെയ്യുക. അത് അവർക്ക് ബുദ്ധിമുട്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരെ വേറെ ആരുമായിട്ട് അല്ലെങ്കിൽ വേറെ സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ എക്സാമിൻ്റെ സമയത്ത് ഒരുപാട് പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. അവർക്ക് ഹെൽപ്പ് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് ചെയ്യുക, പക്ഷെ ഒരുപാട് പ്രഷറും കാര്യങ്ങളും കൊടുക്കാണ്ടിരിക്കുക. അത് പിന്നെ എക്സാം ഫിയറിലേക്കും അവർക്ക് അറിയുന്ന ആൻസേഴ്സ് പോലും എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് പ്രഷർ കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള നല്ലൊരു പോസിറ്റീവ് പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിലും പാരൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു സ്റ്റഡി സ്പേസ് ആണെങ്കിലും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.